2025 മാർച്ച് 18 കോഴിക്കോട് താമരശ്ശേരി വീണ്ടും കുരുതിക്കളമായ ദിവസമാണ്. ലഹരിക്കടിമയായ ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു ഷിബില. യാസുറിന്റെ ലൈംഗിക വൈകൃതങ്ങൾ സഹിക്കവയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതായിരുന്നു. ഇതുപോലൊരു നോമ്പുകാലം കത്തിയുമായി പാഞ്ഞെടുത്ത യാസിർ മകളുടെ മുൻപിൽ വെച്ച് ഷിബിലയെ കുത്തിവീഴ്ത്തി. യാസിർ ജയിലിലാണ്. പക്ഷേ ഷിബിലയുടെ കുടുംബം യാസിറിനെ ഇപ്പോഴും ഭയക്കുന്നുണ്ട്. അത്രയ്ക്ക് അപകടകാരിയായ കുറ്റവാളിയാണ് ആ ചെറുപ്പക്കാരൻ. ഷിബില കൊലക്കേസിന് ഒരാണ്ട് പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. കത്തിയിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നു. അവളുടെ ഉമ്മ അനക്കമില്ലാതെ നിലത്ത് വീണ് കിടക്കുന്നു. ആ കുഞ്ഞിന്റെ കണ്ണിൽ പതിഞ്ഞ ദൃശ്യങ്ങൾക്ക് ഒരാണ്ട് തികയുകയാണ്. കേരളം ഷിബിലയെ മറന്നില്ല. നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു. ഷിബിലയും ഷിബിലയുടെ കുഞ്ഞുമകളും ഉപ്പയും ഉമ്മയും കോഴിക്കോട് ഈങ്ങാപ്പുഴയിലെ വീട്ടിൽ നോമ്പ് തുറക്കുന്ന തിരക്കിലുമായിരുന്നു. ഭർത്താവ് യാസിറുമായി ഒരു മാസമായി അകന്നു കഴിയുകയായിരുന്നു ഷിബില. അന്ന് ഈങ്ങാപ്പുഴയിലെ ഷിബിലയുടെ വീട്ടിലേക്ക് യാസിറിന്റെ വരവ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. യാസിർ വന്നു. കത്തികൊണ്ട് ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തി. ഷിബിലയുടെ ഉപ്പ അബ്ദുറഹ്മാനും ഉമ്മ ഹസീനക്കും പരിക്കേറ്റു. കൊല നടത്തിയ ശേഷം വീട്ടിൽ നിന്നിറങ്ങി കാറിൽ യാസിർ കടന്നുകളഞ്ഞു. അപ്പോഴേക്കും പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് കേരളം വിടാൻ കഴിയില്ലെന്ന ഉറപ്പിൽ താമരശ്ശേരിയിലും കോഴിക്കോട് നഗരത്തിലും പോലീസ് പരിശോധന ശക്തമാക്കി. ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് കാറിൽ തന്നെ യാസിറിനെ കണ്ടെത്തി. കുത്തേറ്റ 3 പേരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം എത്തിച്ചെങ്കിലും ഷിബില മരണപ്പെട്ടിരുന്നു. മലയാളികളെ ഒന്നാകെ നടുക്കിയ ഈ സംഭവത്തിന് ഷിബിലയുടെ കുഞ്ഞ് സാക്ഷിയാണ്. ഉള്ളു പൊട്ടുന്ന വേദനയോടെ ആ ഉമ്മയും ഉപ്പയും കരഞ്ഞു കാണണം. നമുക്ക് മറക്കാൻ നമ്മൾ മരിക്കാണ്ട് നമുക്ക് മറക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അത്. കുടുംബ വഴക്ക് മാത്രമായിരുന്നില്ല, ലഹരിയായിരുന്നു യാസിറിനെ ക്രൂരനാക്കിയ പ്രധാന വില്ലൻ. ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനുമില്ല. യാസിറിന്റെ ലൈംഗിക വൈകൃതങ്ങൾക്കും ഇരയായിരുന്നു മരിച്ച ഷിബില. ചില സൂചനകളൊക്കെ ബന്ധുക്കൾക്ക് നേരത്തെ തന്നെ ഷിബില നൽകിയിരുന്നു. അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നതൊക്കെ യാസിറിന് പതിവുള്ളതായിരുന്നു. ഒരിടയ്ക്ക് മാനസികമായി വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയതാണ്. യാസിറിനെയും ഷിബിലയെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. യാസിറിനൊപ്പം കഴിയാനാവില്ലെന്ന് ഷിബില പോലീസിനോട് പറയുകയും ചെയ്തിരുന്നു. അതിൽ പിന്നീടാണ് ഈങ്ങാപ്പുഴയിലെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിയത്. തനിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് ഷിബില ഒരു സാമൂഹിക പ്രവർത്തകയോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ലൈംഗിക വൈകൃതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഷിബിലയുടെ ഉപ്പ അബ്ദുറഹ്മാൻ ശാരീരികമായും മാനസികമായും തളർന്നു. പക്ഷേ ആ കുഞ്ഞിനെ വളർത്തണം. അതിനുവേണ്ടി ആ കുടുംബം മനക്കരുത്തുണ്ടെന്ന് ഉറപ്പിച്ച് ജീവിക്കുകയാണ്. അപ്പോഴും യാസിറിൻ്റെ നിഴലിനെ പോലും വല്ലാതെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഒരുപാട് പേടിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും. അവൻ പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ അവൻ ഞങ്ങളെയും കൂടെ കൊല്ലും. അതിൽ യാതൊരു സംശയവുമില്ല. ഷിബില കൊലപാതകം കഴിഞ്ഞ് ഒരാണ്ട് തികയുമ്പോൾ എത്രയോ അക്രമ സംഭവങ്ങൾ വേറെയും ഉണ്ടായി. ചിലതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ളിൽ അമ്പരപ്പുണ്ടാകാം. എന്നാൽ ചിലതൊക്കെ പഠിക്കാനും മുൻകരുതലെടുക്കാനുമാണ് നിർബന്ധമുള്ള പാഠങ്ങളായി ഓരോ സംഭവങ്ങളും മാറുന്നത്.
അസ്കരി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.